ഇതാണ് എൻ്റെ മുറ്റത്തെ ഓറഞ്ച് മരം. ഒരുപാട് നീളം വെച്ചപ്പോൾ മുമ്പൊരു പ്രാവശ്യം ഞാൻ കമ്പൊടിച്ചിരുന്നു. അന്ന് എടുത്തു വെച്ച ഫോട്ടോസും വീഡിയോയാണിത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈ മരം എവിടെയാണ് നിൽക്കുന്നതെന്നും ഇതോട്ട് എന്തെല്ലാം ഉണ്ടാക്കാം എന്നുള്ളതും പറയാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഗേറ്റിനോട് ചേർന്നിട്ട് ഈ നിൽക്കുന്ന മരമാണിത്. ഞാനിതിന്ന് കുറേ ഇന്ന് പറിച്ചു. എന്നിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഇത്ര കുറവ്. അല്ലെങ്കിൽ ഇതിൽ ഇല കാണാതെ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് സപ്പോർട്ടയുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തമ്മിൽ മത്സരിച്ച് വളരുകയാണ് രണ്ടും കൂടെ. അടുത്തടുത്തായതുകൊണ്ട് രണ്ടിനും നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സപ്പോർട്ടയുടെയും ചക്കടയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, പഴുത്തതുണ്ട്, കുഞ്ഞുണ്ട്, പച്ചയുണ്ട്, നിറയെ കഴിച്ചിരിക്കണില്ലേ. ഇത് എപ്പോഴും ഫുൾ ടൈം. ഞാനിത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിലൊരു കായില്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഫുൾ ടൈം ഉണ്ടാവും. നമുക്കൊരാൾ വീട്ടിൽ വന്നാൽ ഒരു ടെൻഷനും ഇല്ല. ഒന്നെങ്കിൽ ഓറഞ്ച് ഉണ്ടാവും, അതല്ലെങ്കിൽ സപ്പോർട്ട ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആര് വന്നാലും സുഖമാണ്. പക്ഷേ ഇത് നമ്മുടെ സാധാ ഓറഞ്ച് പോലെ മധുരമല്ല കേട്ടോ, പുളിയാണ്. നമുക്ക് ജ്യൂസ് അടിക്കാനും അച്ചാറിടാനും പറ്റുള്ളൂ. പക്ഷേ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിരിക്കും, ഭയങ്കര ഫ്രഷാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് പറിച്ചതാണ്. ഇത് പറിച്ചതുകൊണ്ടാണ് ഇത് മരത്തിൽ കൂടുതൽ കാണാത്തത്. ഒഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുമായിരിക്കും. ഞാൻ എപ്പോഴും ഇത് പറിക്കൂല, കാരണം ഇത് എപ്പോഴും യൂസ് ചെയ്യൂലല്ലോ. ഇത് ശരിക്കൊരു നാരങ്ങയുടെ വലിപ്പമേ ഉള്ളൂ. ഇത് പൊളിച്ചെടുത്താൽ ശരിക്കും ഓറഞ്ചിൻ്റെ അല്ലി പോലെ ആയിരിക്കും. ഇതിനകത്ത് ഫുള്ള് നല്ല ജ്യൂസാണ് കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എന്തുമാതിരി ജ്യൂസാണ് വരണമെന്ന്. ഇത് ശരിക്കും കണ്ട നാരങ്ങ പോലെയാണ് ഇരിക്കുക. പക്ഷേ ഇത് ഭയങ്കര ജ്യൂസാണ്. ഇതിൽ ഈ തൊലി ഭയങ്കര കട്ടി കുറവാണ്. ഫുള്ള് നീരും അതിൽ നിന്ന് പോരും. പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. പച്ചയിൽ നിന്നും അതേപോലെ ജ്യൂസ് വരും. ഇത് നമ്മൾ നോർമൽ നാരങ്ങ വെള്ളം കലക്കണത് പോലെ അല്ലാതെ നല്ലോണം ഐസ് ഇട്ട് പഞ്ചസാരയും ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതുകൊണ്ട് നല്ല ഓറഞ്ച് അച്ചാർ ഉണ്ടാക്കാം. നാരങ്ങ അച്ചാറിനേക്കാളും ടേസ്റ്റാണ്. മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.